ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ നുസൈബയുടെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളിവിടെ എന്താ പറയുക, കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ക്രൗഡാണ് കേട്ടോ. നല്ല ആളുകളാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത്. ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള. ഇപ്പോൾ ഈ സമയം എന്ന് വെച്ചപ്പോൾ 8:30 മണിയാണ്. കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് കച്ചവടങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് നല്ല രസം, ഭയങ്കര ഒച്ചപ്പാടും. ഞാനും ഉമ്മ, ഉപ്പ, അനിയത്തി, കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടി പോകുന്നതാണ് കേട്ടോ. കണ്ട് ഈ ബീച്ചിൽ അത്ര അധികം ആളുകളാണുള്ളത് ഈ സമയമായിട്ട് പോലും കേട്ടോ. ഉണ്ട് ആളുകൾ ഫുഡായിട്ട് വന്നിട്ടും ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളിയൊരു കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കുകയാണ്. ഒരുപാട് ശരിക്ക് കുറച്ച് നേരത്തെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ കേട്ടോ, ഭയങ്കരമായ തിരക്കും കാര്യങ്ങളുമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വന്നതല്ലേ, തിരമാലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും ബീച്ചിലിരിക്കലും കിടക്കലും കളിക്കലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരമാല ഒന്ന് കാണാൻ പോയേക്കാം. കുറേ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്, വലിയവരും കളിക്കുന്നുണ്ട്. രാത്രിയൊക്കെയാണ്. ഇനിയിപ്പോൾ പോലീസിൻ്റെ കാവലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താ തിരമാല ഫാമിലി ആയിട്ട് എല്ലാവരും വന്നതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ, എത്രങ്ങാനും ആൾക്കാരാണ്. ചെറിയ ചെറിയ പിഞ്ചു കുട്ടികളടക്കമുണ്ട്. എന്തൊക്കെ തന്നെയാലും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പെരുന്നാളിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കായിരിക്കുമല്ലോ ഇവിടെ. അപ്പോൾ നമ്മളെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. മക്കളൊക്കെ നല്ല കണ്ടില്ലേ. മണൽ മാന്തി കളിക്കലും എല്ലാം കൂടിയാണ് കേട്ടോ. എന്താ വലിയ പുഴ കുത്തിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്പുറത്ത് പാർക്കുണ്ട്. സഫമോള് പോലെ എല്ലാവരും അവിടെ അപ്പുറത്ത് പാർക്കിലാണ് കേട്ടോ. എന്തൊക്കെ തന്നെ ഒന്ന് പോയി നോക്കുക. ഉപ്പ ഞങ്ങളോട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇത്രമാത്രം ക്രൗഡാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ സമയമായിട്ട് പോലും. കുഞ്ഞു മക്കളെ കണ്ടില്ലേ, മണ്ണ് വാരി കളിക്കുകയാണ്, അപ്പം ചുടുകയാണ്, പല രീതിയിലുള്ള പരിപാടികളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല കാറ്റാടി പമ്പരങ്ങളും ഇതൊക്കെ ഒരുപാട് കളിക്കോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുട്ബോളൊക്കെയാണ് കേട്ടോ. ഇവിടെ ചെറിയ മക്കൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂട്ടണം. കുറച്ച് ഉമ്മാൻ്റെ അടുത്തുണ്ടായിരുന്നു, കുറച്ച് കുട്ടികൾ ഉപ്പാൻ്റെ അടുത്തുണ്ടായിരുന്നു. എല്ലാവരും എല്ലാം കൂടി ആണ് കേട്ടോ. പിന്നെ അവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഒരു ഭാഗത്തുള്ള അവസ്ഥ ഇതാണ്. ഇനി മറുഭാഗത്ത് മറ്റേ ഭാഗത്തൊക്കെ നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്തിന് കുറേയൊക്കെ ഒഴിഞ്ഞൊക്കെ ഉണ്ടാകും. മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുടെ സീസോലും
അതുപോലെ അവിടെ ചെറിയ കുട്ടികൾക്കുള്ളുണ്ട്, ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോട് ബീച്ചിൽ. ഇന്ന് ഏതായാലും കുട്ടികളൊക്കെ നല്ലോണം മുതലാക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസൊക്കെ ആ ഭാഗത്താണ് തോന്നുന്നുണ്ട്. ആ ഭാഗത്ത് ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളും ഒക്കെ ശരിയാക്കിയത് കൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ ഇരിക്കാനും. ആളുകൾക്ക് പ്രായമായൊക്കെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. പ്രായമായവരും ചെറിയ കുട്ടികളും അടക്കം കണ്ടില്ലേ, ഓരോ ഉമ്മമാരൊക്കെ കൈ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, അതാ ജീപ്പ് സവാരി ഇതൊക്കെ ഉണ്ട് കേട്ടോ. ജീപ്പ് സവാരി എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചാർജിനാണെന്ന് തോന്നുന്നു. രണ്ട് മൂന്നല്ല കുറച്ചൊക്കെ ജീപ്പൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതാ ഇത് കേട്ടോ, ചെറിയ കുട്ടികളൊക്കെ ഇതിലെ വഴി നല്ല നല്ല വഴികളൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഖമാണ്. ഇത് റിമോട്ടിനുള്ള കാറാണ് കേട്ടോ. ഉപ്പിലിട്ടതും ഫുഡ് ഐറ്റംസൊക്കെ ആ ഭാഗത്താണ്. പിന്നെ ഈ ഭാഗത്തെന്ന് വെച്ചാൽ ഇതവിടെ പോപ്കോൺ ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് കോർട്ട്. ശരിക്കും ഫുഡ് കഴിക്കാനുള്ള വലിയൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. അന്ന് വന്നപ്പോൾ അത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചേക്ക് ഞാൻ വന്നിട്ട് ഇവിടെ ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇതാ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ എടുത്തിട്ട് പോകുന്നതാണ്. ഉമ്മയും ഇപ്പം അവരൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോട്ടെ, അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ബീച്ചിലെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8-8:45 ഒരു അവസ്ഥയൊക്കെയാണിത്. കുറച്ച് നേരത്തെ നല്ല ക്രൗഡായതുകൊണ്ട് പോലീസ് വാഹനങ്ങളെല്ലാം തിരിച്ചു വിട്ടതായിരുന്നു. എങ്കിലും 2-3 പ്രാവശ്യം കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയിട്ട്. നല്ല ക്രൗഡ് തന്നെയായിരുന്നു, നല്ല ബ്ലോക്കും ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും വരുമല്ലോ അല്ലേ, അങ്ങനെ ഒരു സന്തോഷമല്ല, എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് വന്ന് ബീച്ചിലിരിക്കുക വരും. അതുപോലെ നല്ല എന്നും തിരക്കുണ്ടാവും, പക്ഷേ പെരുന്നാളാകുമ്പോൾ തന്നെ കൂടുതലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വിടാം, സ്റ്റോറിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്.